പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നെനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള വിഷയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ അരുളി ചെയ്യുന്നു, ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ വചനത്തിന്റെ ആഴത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത് പുറംമോടികളല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിൽ നാം ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മെ നിർവചിക്കുന്നത് എന്നാണ്. ഇവിടെയുള്ള സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. പരീശന്മാർ യേശുവിന്റെ നന്മയെ തിന്മയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നു, ഒരു മരത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന്റെ കായ്കൾ നോക്കിയാൽ മതി. ഗ്രീക്കിൽ ഗിനോസ്കോ എന്ന വാക്കാണ് അറിയപ്പെടുന്നത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വെറും പുറമേയുള്ള അറിവല്ല, മറിച്ച് ആന്തരികമായി തിരിച്ചറിയുക, അനുഭവപൂർവം മനസ്സിലാക്കുക എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങളിലൂടെയാണ് ലോകം നമ്മെ യഥാർത്ഥത്തിൽ അറിയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ സത്യം കൂടുതൽ ആഴത്തിൽ നോക്കാം. വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, ഓരോ വൃക്ഷവും അതിന്റെ ഫലം കൊണ്ട് അറിയപ്പെടും. അത്തിമരത്തിൽ നിന്ന് മുള്ളും മുന്തിരിവള്ളിയിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുകയില്ല. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ലെങ്കിൽ അവന്റെ ഫലങ്ങളും മാറുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും ഇതിൽ വ്യക്തമാകുന്നു. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. വിശുദ്ധ പൗലോസ് തീത്തുസിന് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ശക്തമായി പറയുന്നു, അവർ ദൈവത്തെ അറിയുന്നില്ല എന്ന് ഏറ്റുപറയുന്നു, എന്നാൽ പ്രവൃത്തികളാൽ അവനെ തള്ളിപ്പറയുന്നു. അവർ വെറുപ്പുള്ളവരും അനുസരണമില്ലാത്തവരും സൽപ്രവൃത്തികൾക്ക് യോഗ്യതയില്ലാത്തവരുമാണ്. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, എന്നാൽ ന്യായപ്രമാണം പ്രവർത്തിക്കുന്നവർ നീതീകരിക്കപ്പെടും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഏറ്റവും വ്യക്തമായി പറയുന്നു, ശരീരം ആത്മാവ് കൂടാതെ മരിച്ചതുപോലെ വിശ്വാസവും പ്രവൃത്തികൾ കൂടാതെ മരിച്ചതാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നമ്മെ നേരിട്ട് മുഖാമുഖം നിർത്തുന്നു. നമ്മൾ എത്ര മനോഹരമായി പ്രാർത്ഥിച്ചാലും എത്ര ഉയർന്ന ദർശനങ്ങൾ കണ്ടാലും അവ ജീവിതത്തിൽ ഫലങ്ങളായി പുറത്തു വരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ജീവനില്ല എന്നർത്ഥം. നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും യോജിപ്പുണ്ടോ എന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ടതുണ്ട്. സുറിയാനി സഭയുടെ വെളിച്ചമായ വിശുദ്ധ യാക്കോബ് പിതാവ് നമ്മെ പതിപ്പിക്കുന്നത്, വൃക്ഷത്തിന്റെ വേര് എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം ശക്തമായി കാറ്റിനെ നേരിടാനും ഫലം നിലനിർത്താനും അതിന് കഴിയും. അതുപോലെ നിന്റെ പ്രാർത്ഥനയും ഉപവാസവും ആഴമുള്ളതല്ലെങ്കിൽ പ്രലോഭനത്തിന്റെ കൊടുങ്കാറ്റിൽ നിന്റെ ഫലങ്ങൾ വീണുപോകും. ഇത് നമ്മോട് പറയുന്നു, ആഴമില്ലാത്ത ആത്മീയ ജീവിതത്തിന് നിലനിൽക്കാൻ കഴിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കേവലം ചടങ്ങിനു വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ വേരുകളെ ദൈവത്തിൽ ആഴ്ത്താനാണ്. ദിവസേനയുള്ള ചെറിയ പ്രാർത്ഥനകളും വചനധ്യാനങ്ങളും ശേഖരിക്കുമ്പോൾ കാലക്രമേണ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് ശക്തമായ വേരുകൾ ഉണ്ടാകും. ഒരു വൃക്ഷം അതിന്റെ ഫലത്തിനു വേണ്ടിയല്ല നടുന്നത്, എന്നാൽ ഫലമില്ലെങ്കിൽ അത് വെട്ടിക്കളയപ്പെടും. അതുപോലെ വിശ്വാസം നമുക്ക് ജീവൻ നൽകുന്നു. എന്നാൽ ആ വിശ്വാസം ഫലങ്ങളിലൂടെ പ്രകടമാകുന്നില്ലെങ്കിൽ അതിന്റെ അസ്തിത്വം തന്നെ ചോദ്യചിഹ്നമാണ്. ഈ വചനം നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് തരുന്നത്. നമ്മുടെ വിശ്വാസം കേവലം ഒരു വികാരമോ പാരമ്പര്യമോ ആയി ചുരുങ്ങരുത്, മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം, ദാഹിക്കുന്നവന് വെള്ളം, ഒറ്റപ്പെട്ടു പോയവന് ഒരു കൂട്ട്, വേദനിക്കുന്നവന് ഒരു ആശ്വാസം. ഇങ്ങനെ ജീവിതത്തിന്റെ നിത്യസന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസം ഫലങ്ങളായി പുറത്തുവരണം. വിശുദ്ധ സ്വർണനാവുകാരനായ മോർ ഇവാനിയോസ് തന്റെ പ്രസംഗങ്ങളിൽ അരുളി ചെയ്തു, ചിലർ പറയുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് മറ്റൊന്നും വേണ്ട. എന്നാൽ ആ വിശ്വാസം നിന്റെ കണ്ണുനീർ ഉണക്കുന്നുണ്ടോ? നിന്റെ കൈകൾ മറ്റുള്ളവരിലേക്ക് നീളുന്നുണ്ടോ? നിന്റെ വാതിൽ ദരിദ്രർക്ക് തുറന്നിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ വിശ്വാസം ഒരു മായാജാലം മാത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. നമ്മൾ പറയുന്ന വിശ്വാസം നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ?
നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ കൂടുതൽ ക്ഷമാശീലരാക്കുന്നുണ്ടോ? നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്ന ആളുകളാണോ നമ്മൾ? അതാണ് യഥാർത്ഥ ഫലം. വൃക്ഷത്തിന്റെ ഫലം അതിന്റെ സൗന്ദര്യമല്ല, അതിന്റെ ഉപകാരമാണ്. ഒരു വൃക്ഷം എത്ര ഉയരത്തിൽ വളർന്നാലും അതിന്റെ ഇലകൾ എത്ര പച്ചയായാലും ഫലമില്ലെങ്കിൽ അത് വെറും മരക്കഷണം മാത്രമാണ്. അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ യഥാർത്ഥ മൂല്യം അവന്റെ ഭക്തിയുടെ പ്രകടനമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് അവനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമാണ്. ഈ വചനം നമ്മിൽ ഓരോരുത്തരിലും ആത്മപരിശോധനയ്ക്ക് വിളിക്കുന്നു. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് നമ്മാൽ എന്താണ് ലഭിക്കുന്നത്? നമ്മുടെ സാന്നിധ്യം ആശ്വാസമാണോ അതോ ഭാരമാണോ? നമ്മുടെ വാക്കുകൾ ഉപശാന്തിയാണോ അതോ വിഷമാണോ? ഓർക്കുക, ഫലങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമല്ല, അവ മറ്റുള്ളവരുടെ ജീവിതത്തെ പോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പിതൃവചനങ്ങൾ നമ്മോട് പറയുന്നത് ഇതാണ്. നാം ആരാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ വാക്കുകളോ ഭക്തിയുടെ പ്രകടനങ്ങളോ അല്ല, അത് നമ്മുടെ ഫലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഈ ചോദ്യം സ്വയം ചോദിക്കാം: ഞാൻ ഏതുതരം വൃക്ഷമാണ്? എന്റെ ജീവിതത്തിലെ ഫലങ്ങൾ എന്റെ ചുറ്റുമുള്ളവർക്ക് ജീവിതം നൽകുന്നുണ്ടോ അതോ അവരെ ക്ഷീണിപ്പിക്കുന്നുണ്ടോ? പ്രായോഗികമായി നമുക്ക് ഇന്നു തന്നെ ചെറിയ കാര്യങ്ങളിൽ ആരംഭിക്കാം. നമ്മുടെ വീട്ടിൽ ഒരു ക്ഷമയുടെ വാക്ക് പറയുക. നമ്മുടെ ജോലിസ്ഥലത്ത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയിൽ ഒരു ചെറിയ സേവനം ഏറ്റെടുക്കുക. സഹായം ചോദിച്ചു വരുന്നവരുടെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറക്കുക. ഇവയാണ് നല്ല വൃക്ഷത്തിന്റെ ഫലങ്ങൾ, ചെറുതെങ്കിലും യഥാർത്ഥം, ലളിതമെങ്കിലും ജീവനുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. എന്നിൽ നിലനിൽക്കുന്നവൻ ധാരാളം ഫലം കായ്ക്കും. അതുകൊണ്ട് നമുക്ക് അവിടുത്തോട് ചേർന്ന് നിൽക്കാം, അവിടുത്തെ സ്നേഹത്തിൽ വേരൂന്നാം, അവിടുത്തെ വചനത്തിൽ ജീവിക്കാം, അവിടുത്തെ കൃപയിൽ വളരാം. അപ്പോൾ നമ്മുടെ ജീവിതം സ്വയം സംസാരിക്കും, വാക്കുകളില്ലാതെ ഫലങ്ങളിലൂടെ. പിതാവായ ദൈവം നമ്മുടെ വേരുകൾക്ക് ശക്തി നൽകട്ടെ. പുത്രനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ ഫലപുഷ്ടിയുള്ളതാക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ നിത്യഫലങ്ങളെ വിരിയിക്കട്ടെ. വിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജയ് ക്രൈസ്റ്റ്.